നമസ്കാരം. കുറച്ചധികം നാളായി ഞാനിങ്ങനെ നേരിട്ട് വന്ന് നമ്മൾ തമ്മിൽ ഇങ്ങനെ നിന്ന് സംസാരിച്ചിട്ട്. അപ്പൊ കമന്റ്സ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ എന്താ കാണാത്തെ, അല്ലെങ്കിൽ വീഡിയോസ് കുറവാണല്ലോ എന്നുള്ള കമന്റ്സ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുപോലെ നേരിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ടും ശ്രമിക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും, തന്നെ നിൽക്കുന്നവര്, അതുപോലെ ജോലിക്ക് പോകുന്ന ബിസി ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് അവരുടെ ജോലി ഭാരവും അതുപോലെ അടുക്കളയിൽ നിന്ന് ചെലവഴിക്കേണ്ട സമയവും ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ എന്റെ ഒരു ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ് ഞാൻ ചെയ്യല് വളരെ കുറവാണ്. അത്രയും ജെന്യുവിൻ ആണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുള്ളൂ. ഇതില് രണ്ട് കാര്യങ്ങള്, ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന് എനിക്ക് തോന്നാനുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത് 100% നാച്ചുറൽ ആണ്. അതിലെ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോഴും അതുപോലെ ഞാൻ അത് ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് എത്രത്തോളം നമ്മുടെ കുക്കിങ്ങിനെ ഈസി ആക്കുന്നു എന്നുള്ള ഒരു അത്ഭുതം എനിക്ക് ഉപയോഗിച്ച ശേഷം മനസ്സിലായപ്പോഴാണ് ഞാൻ ശരി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ തീരുമാനിക്കണേ. അപ്പൊ എന്റെ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഈ ഒരു പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് കുക്കിംഗ് ഈസി ആക്കാന്ന് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാൻ ചെയ്യാം. ഈ പ്ലാനറ്റ് റൂട്ട്സിന്റെ പ്രൊഡക്ട്സ് ആണ്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇവരുടെ ഇൻസ്റ്റന്റ് റവ മിക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉപ്മാവാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതുകൊണ്ട് ഉപ്മാവ് മാത്രമല്ല ഉണ്ടാക്കാൻ പറ്റുക. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഉപ്മാവ് ഉണ്ടാക്കാം, അതുപോലെ റവ ഇഡ്ഡലി ഉണ്ടാക്കാം, പണിയാര ഉണ്ടാക്കാം. അത് ഓരോന്നിനും എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്മാവ് ഉണ്ടാക്കാം. റവ മിക്സ് ഇതാ കണ്ടില്ലേ, എടുത്തു. അത് 1 കപ്പാണ് എടുത്തിരിക്കണേ കേട്ടോ. അപ്പൊ വെള്ളത്തിന്റെ അളവ് 1 കപ്പിന് 2 കപ്പ് എന്നുള്ളതാണ് വെള്ളത്തിന്റെ അളവ്. അതനുസരിച്ച് ഓരോരുത്തരും എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ നെയ്യോ നമുക്ക് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാണ് കേട്ടോ. നെയ്യും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സ്വാദാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പൊ നമ്മള് വെള്ളം, 1 ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ തിളപ്പിക്കാൻ വെച്ചത്. ഈ ഇൻസ്റ്റന്റ് റവ മിക്സിൽ കുറച്ച് ഉപ്പുണ്ട് കേട്ടോ. എങ്കിലും നമ്മുടെ ഉപ്പ് ചിലപ്പോ പാകത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചു കഴിഞ്ഞാല് ഇൻസ്റ്റന്റ് റവ മിക്സ് ഇതിൽ ചേർക്കുക. കൈയെടുക്കാതെ ഇളക്കുക. കണ്ടോ, അത് വിത്തിൻ മിനിറ്റ്സ് തന്നെ അത് റെഡി ആയിട്ട് വന്നു. നല്ല സോഫ്റ്റും ആണ്, നല്ല ഫ്ലഫിയാണ്. ആക്ച്വലി ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ആദ്യം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരുന്നത്. ഞാൻ ഈ തീ ഓഫ് ആക്കുന്നതിന് മുമ്പായിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഇതിൽ ചേർക്കുന്നുണ്ട്. ആ നെയ്യിന്റെ ഫ്ലേവർ ശരിക്കും ഉപ്മാവിന് നല്ല സ്വാദാണ് കേട്ടോ. അത് ഇഷ്ടമുള്ളവർക്ക്. ഇനി തീ ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം അങ്ങനെ ഇരുന്നോട്ടെ. ഒരു പാത്രഭാഗം എന്നൊക്കെ പറയണത് പോലെ കുറച്ചു നേരം ഇരിക്കട്ടെ. അങ്ങനെ കറക്റ്റ് ഒരു 5 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഈ ഉപ്മാവ് ഉണ്ടാക്കാൻ. അതിന്റെ കൂടെ ഞാൻ ഒരു കഷ്ണം നെല്ലിക്ക പിക്കിൾ അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് വേണമെന്ന് തന്നെ ഇല്ല, വെറുതെ കഴിക്കാൻ തന്നെ നല്ല സ്വാദാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ഇത്തിരി ഉപ്പിലിട്ടത്, മീൻസ് പിക്കിൾ കൂട്ടിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല കേസരി ഒക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ ഉണ്ടാവണം അത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഒരു തീയലാണ് കേട്ടോ. അപ്പൊ തീയലിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റന്റ് റോസ്റ്റഡ് കോക്കനട്ട് പേസ്റ്റ് ആണുള്ളത്. ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഗ്രേറ്റഡ് കോക്കനട്ട്, റെഡ് ചില്ലി, കൊറിയാൻഡർ സീഡ്സ്, അതായത് മല്ലി, മുളക്, തേങ്ങ, ഇത്ര മാത്രമേ ഉള്ളൂ. അത് നല്ലോണം എന്താ പറയാ ഡാർക്ക് ബ്രൗൺ ആയിട്ട് വറുത്തരച്ച പേസ്റ്റ് ആണ്. അതിലെ എണ്ണ സത്യം പറഞ്ഞത് എത്രത്തോളം വറുത്ത് ഉണ്ട് എന്നുള്ളത് അതിന്റെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇനി ഇതിലും ഓരോന്ന് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക എന്നുള്ളതുണ്ട്. അതായത് വറുത്തരച്ച് ഉപയോഗിക്കുന്ന ഏതൊരു കറിക്കും നമുക്കിത് എടുക്കാം. ഇപ്പോ കടലക്കറി, അതുപോലെ ഗ്രീൻ പീസ് കറി, ഇതൊക്കെ നമ്മൾ മസാലക്കറി പോലെ ഉണ്ടാക്കണതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ എക്സ്ട്രാ കുറച്ച് ഗരം മസാല മാത്രം ചേർത്താൽ മതി. ഇനി അതല്ല, നമ്മളിപ്പോ ഇത് വറുത്തരച്ച സാമ്പാറിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തീയലിന് വേണ്ടിയിട്ടാണ്, ഈവൻ വറുത്തരച്ച പുളിങ്കറിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് പുളി ചേർക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സെയിം പേസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുക. അത് മാത്രമല്ല, ഒരു ചെറിയൊരു പാക്കറ്റ് ഒരു 4 മെമ്പേഴ്സ് അടങ്ങുന്ന ഫാമിലിക്ക് ഒരു 4 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിക്കാനുള്ള അത്ര ക്വാണ്ടിറ്റിയും ഉണ്ടെന്നുള്ളതാണ്. ഈ ഒരു പാക്കറ്റ് അല്ലാട്ടോ, ഇതിന്റെ തന്നെ സ്മോൾ സൈസ് ഇവിടെ ഉണ്ട്. ഈ ഒരു സ്മോൾ സൈസിലുള്ള ഒരു പാക്കറ്റ് തന്നെ 4 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് 4 തവണ സുഖമായിട്ട് കഴിക്കാനുള്ള അത്ര ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഒരു തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചത്. കഷ്ണം വേവാൻ ആവശ്യത്തിന് വെള്ളം വെക്കുക.
ഇവിടെ ഞാൻ കഷ്ണാക്കി എടുത്തിട്ടുള്ളത് പച്ച കപ്പയ്ക്ക, അതായത് കപ്പയ്ക്ക എന്ന് പറഞ്ഞാൽ പപ്പായ, ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്. ഇനി ആ കപ്പയ്ക്ക എടുത്ത അതേ അളവിൽ തന്നെ ഉള്ളി, ചെറിയ ഉള്ളിയാണ് ശരിക്കും നല്ലത്. ഞാനിപ്പോ എളുപ്പത്തിന് വേണ്ടിയിട്ട് സവാള എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പച്ച പപ്പായയും ഉള്ളി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ചേർക്കാണ്. കഷ്ണത്തിലേക്ക് കുറച്ച് ഉപ്പ്, എനിക്ക് തോന്നുന്നു ഒരു 1/2 ടീസ്പൂണോളൊക്കെ ഉപ്പ് മതിയാവും. നേരത്തെ ഞാൻ ഉപ്മാവിന്റെ പ്രീമിക്സില് ഉപ്പുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ. ഈ തീയലിന്റെ മിക്സില് ഓൾറെഡി ഉപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമേ ഒരുപാട് ഉപ്പൊന്നും ചേർക്കേണ്ട, വളരെ കുറച്ച് ഉപ്പ് പത്തിൽ പിടിക്കാൻ മാത്രം ചേർക്കുക. ഇനി കഷ്ണം ഒന്ന് വെന്തോട്ടെ. കഷ്ണം വെന്തു. അതിലേക്ക് നെല്ലിക്ക വലിപ്പത്തില് പുളി പിഴിഞ്ഞത് ചേർക്കുകയാണ് കേട്ടോ. ഇനി പുളിക്കൊരു വേവുണ്ടല്ലോ, ഒരു 2 മിനിറ്റ് അത് തിളയ്ക്കണ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ മിക്സ് റെഡിയാക്കാം. കണ്ടോ, ഈ കളർ കാണുമ്പോൾ തന്നെ അറിയണില്ലേ, നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ അത്ര നന്നായിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആണ് ഇതിനാവശ്യമുള്ളൂ. ഞാനിപ്പോ ഒരു 2 ടേബിൾ സ്പൂൺ അത്രേ എടുക്കണുള്ളൂ. ഇത് ശരിക്കും നേരിട്ട് കഷ്ണത്തിലേക്ക് ഇടാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ എല്ലായിടത്തും അതൊന്ന് യോജിച്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം കുറച്ച് വെള്ളത്തില് മിക്സ് ആക്കി ഒഴിക്കണമെന്നേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് ഈ പേസ്റ്റ് അതിൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ കഷ്ണം വേവിക്കണ പണിയുള്ളൂ, തീയല് റെഡിയാണ് കണ്ടോ. ഈ മിക്സ് അങ്ങോട്ടേക്ക് ഒഴിച്ചാൽ മതി. ഇത് ചേർത്തിട്ട് ഇപ്പൊ ഇത് എല്ലാ തരത്തിലുള്ള വറുത്തരച്ച കറികൾക്കും നല്ലതാണ്. ഇപ്പൊ നമുക്കൊരു വറുത്തരച്ച പുളിങ്കറി പോലെയാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നല്ല ലൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ വറുത്തരച്ച പുളിങ്കറിയായി. ഇനി നിങ്ങൾക്കത് തീയലാക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം കുറുക്കിയിട്ട്, തീയലിന് ഒരു കൺസിസ്റ്റൻസി അറിയാലോ, കുറുക്കി എടുത്തു കഴിഞ്ഞാല് അത് തീയലായി. പറഞ്ഞ പോലെ കടലക്കൂട്ടാൻ മസാലക്കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴട്ടി ചേർത്ത് ഗരം മസാലയൊക്കെ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്താൽ വറുത്തരച്ച കടലക്കറി റെഡിയാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഒരു 2 മിനിറ്റ് നേരം നമ്മുടെ അരപ്പൊന്ന് തിളച്ചു കഴിഞ്ഞാൽ, അത് ഓൾറെഡി നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്ത് എന്താ പറയാ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 2 മിനിറ്റ് തിളച്ചാൽ മതിയാവും. അതിന്റെ ഒരു പാകത്തിന് കുറുക്കി എടുത്തിട്ട് ഞാൻ വറുത്തിടും കൂടി ചെയ്യുന്നുണ്ട്. ഇനി വറുത്തിടാൻ പോലും സമയമില്ലാത്തവർക്ക് ശരിക്കും അതിന്റെ ആവശ്യമില്ല, ഇത് മിക്സ് ചെയ്താൽ തന്നെ മതി. ഞാനിപ്പോ കറിവേപ്പിലയും പച്ചമുളകും കടുകും കൂടി വറുത്തിടുകയും കൂടി ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പാകത്തിനാണ് കുറുകി എടുത്തിട്ടുള്ളത്. ഇനി എനിക്ക് തോന്നുന്നത് കൽച്ചട്ടിയാണ്, ഇതിലിരുന്ന് ഒന്നും കൂടി അത് കുറുകും ചെയ്യും. ഇതിന്റെ ശരിക്കുള്ള കളർ അറിയണമെങ്കിൽ ഞാനത് ചോറിന്റെ കൂടെ വിളമ്പി കാണിച്ചു തരാം കേട്ടോ, അപ്പൊ മനസ്സിലാവും. ഒരു കുഞ്ഞു കഷ്ണം കടുമാങ്ങ, നമ്മൾ ഉണ്ടാക്കിയ തീയല് ഞാൻ പറഞ്ഞില്ലേ, കൽച്ചട്ടിയിൽ ഇരിക്കുമ്പോൾ അതെന്തായാലും കുറുകുന്ന നല്ല അസലായിട്ട് കുറുകുന്നുണ്ട്. ശരിക്കും ചെറിയ ഉള്ളിയും അതുപോലെ പാവയ്ക്കാണ് ശരിക്കും ഇതിന് മാച്ച് ആവുക എന്നൊക്കെ തോന്നണം കേട്ടോ. പക്ഷേ കപ്പയ്ക്കയും ഒന്നും കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ എനിക്ക് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് പാവയ്ക്കയും ചെറിയ ഉള്ളിയാണ്. അപ്പൊ ഞാൻ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാളയും പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന കഷ്ണം ഈ പച്ചപ്പപ്പായ ആയതുകൊണ്ട് ഇതെടുത്തതാണ്. ഈ ശരിക്കും കൊതിപ്പിക്കട്ടെ. കൊതി എന്ന് പറഞ്ഞാൽ അതിപ്പോ ഓരോരുത്തരുടെ പേഴ്സണലായിട്ട് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്കേ കൊതി വരുള്ളൂ. പക്ഷെ എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് കോമ്പിനേഷനാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉറവിച്ചിട്ടുള്ള കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈര് ഈ തീയലിന്റെ കൂടെ ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. ഭയങ്കര എന്ന് പറയാൻ പാടില്ല, നല്ല കോമ്പിനേഷനാണ്. കാരണം എന്താ വെച്ചാൽ നല്ല പുളിയുള്ള കൂട്ടാന്റെ കൂടെ തൈര് ഇത്രയ്ക്ക് മാച്ച് ആവില്ല. പക്ഷെ തീയൽ എന്ന് പറയുമ്പോൾ എപ്പോഴും സാമ്പാറിനേക്കാളൊക്കെ ഒരു ഇത്തിരി പുളി കുറവായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ഈ ഒരു തീയലിന്റെ കൂടെ തൈര് നല്ല മാച്ചാണ്. കുറച്ച് തൈരും നല്ല കട്ട തീയലും അതുപോലെ നമ്മുടെ കടുമാങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ ഒരു ഉരുള ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. അതൊരു പ്രത്യേക കോമ്പിനേഷൻ തന്നെയാണ്, വേറെ ഒന്നും വേണ്ട ഊണ് കഴിക്കാൻ. ഇനി അടുത്തത് ഡിന്നറിന് വേണ്ടിയിട്ട് ചപ്പാത്തിയും കുറുമയും ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ പ്ലാനറ്റ് റൂട്ട്സിന്റെ തന്നെ ഇൻസ്റ്റന്റ് ഒരു ഈസി കുറുമ അല്ലെങ്കിൽ സ്റ്റ്യൂ മിക്സ് ആണ് ഉള്ളത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാട്ടോ. കോക്കനട്ട്, കാഷ്യൂനട്ട്, കാർഡമം, ക്ലോവ്, സിനമൺ, പെപ്പർ. അതായത് സാധാരണ നമ്മുടെ നാളികേരം, കുറച്ച് കശുവണ്ടി, അതുപോലെ ഏലക്ക, ഗ്രാമ്പു, പട്ട, കുരുമുളക്. ഇത്ര മാത്രമാണ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മിക്സിലുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കുറുമ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇഷ്ടമാണ്. ഇനി ഇതിനെ കൂടുതൽ സ്വാദിഷ്ടമാക്കണം എന്നുള്ളവർക്ക് അവരവരുടെ യുക്തി പോലെ അവസാനം കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ സ്റ്റ്യൂ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുണ്ടെങ്കിൽ മിൽമപ്പാൽ തന്നെ ചേർത്ത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. എനിക്ക് അതിന് സ്വാദിന് ഒരു വ്യത്യാസവും തോന്നിയിട്ടില്ല. പക്ഷെ ഇതിൽ ആക്ച്വലി അങ്ങനെ ചേർക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഇൻസ്ട്രക്ഷനിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് തേങ്ങാപ്പാൽ ഒന്നും ചേർക്കാതെ ഈ ഒരു ഇൻസ്റ്റന്റ് പൗഡർ മാത്രം ഉപയോഗിച്ചിട്ടാണ്.
അത് കാണിച്ചു തന്നെ തരാം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോ എല്ലാം ഒരുമിച്ച് ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കണത്. ഇനി ഒരു വലിയ സവാള, 3 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട്. നമ്മുടെ കുറുമ മിക്സിൽ എരിവില്ല, അപ്പൊ ഇപ്പൊ നമ്മള് ചേർക്കണ എരിവിനനുസരിച്ചിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത്തിരി ഉപ്പ് കൂടി ചേർത്തിട്ട് വഴട്ടാം. ഉപ്പിന്റെ കാര്യം, കുറുമ മിക്സിൽ ഒരു ഇത്തിരി ഉപ്പുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് അല്ലെങ്കിൽ അരപ്പിലേക്കുള്ള ഉപ്പാണ് അതിലേക്ക് ഉള്ളത്. വെജിറ്റബിൾസിലേക്ക് ഉള്ളത് ഇടുമ്പോ കുറച്ച് ഇടുക, അല്ലെങ്കിൽ ആ ഒരു മിക്സിലെ ഉപ്പും കൂടി ആവുമ്പോ അധികം ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പുളി ഒന്നാം കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തക്കാളി ചേർക്കണം കേട്ടോ. എനിക്ക് ഇത്തിരി പുളി വേണം, അതുകൊണ്ട് ഞാൻ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് പുളി ആവശ്യമില്ലാത്തവര് ഒരു ചെറിയ തക്കാളി എടുത്താൽ മതിയാവും. തക്കാളിയിലേക്ക് ആവശ്യമുള്ള ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിതാ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്താണോ അത് ചേർത്ത് കൊടുക്കുക. ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാം. ഇപ്പൊ എന്റെ കയ്യില് ഉള്ളത് ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു, ഒരു ബീറ്റ്റൂട്ട്, പിന്നെ കുറച്ച് ബീൻസ്, ഒരു പൊട്ടറ്റോ. ഇത്രയാണ്, ഉരുളക്കിഴങ്ങ്, ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഇതിലൊരു 1.5 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് ഒറ്റ വിസില്, വല്ലാതെ പച്ചക്കറികൾ വെന്തുടയണ്ട, ഒരു വിസിലടിക്കാം. ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള കുറുമയുടെ അളവാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റ് കുറുമ താല്പര്യമുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് കളറൊന്നും വേണ്ടാന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടിയും ചേർക്കേണ്ട ആവശ്യമില്ല, മുളക് പൊടിയും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് പൊടി കുറുമയിൽ മിക്സ് ചെയ്യുമ്പോൾ കട്ട കുത്താനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. വെന്ത കഷ്ണത്തിലേക്ക് ഈ മിക്സ് ചേർക്കുക. ഇത് ചേർത്ത് ഒരു 2 മിനിറ്റ് ഒക്കെ തിളച്ചാൽ മതി കേട്ടോ. ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അത്രേ ഉള്ളൂ, നല്ല കുറുമ. അങ്ങനെ ഡിന്നറിന് നമ്മൾ ചപ്പാത്തിയും അതുപോലെ കുറുമയും, ബീട്രൂട്ട് കുറുമ. ഇന്ന് ഞാനിപ്പോ വളരെ ടയർഡായിട്ടിരിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. കാരണം നല്ല ബാക്ക് പെയിൻ ഉണ്ട്, ബോഡി പെയിൻ ഉണ്ട്, യാത്ര ഉണ്ടായിരുന്നു. ഇന്നലെ യാത്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാതല മത്സരം നടന്നു. അതില് കുട്ടി, അതായത് മോള് പങ്കെടുക്കണ്ടായിരുന്നു, സമ്മാനം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഇന്നലെ രാത്രി തിരിച്ചെത്തിയത് തന്നെ. അപ്പൊ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞ ഇത്രയും ട്രാവലിങ്ങിനൊക്കെ ശേഷം ഇതൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം തേങ്ങ ചിരകാനോ അല്ലെങ്കിൽ ഈ ഒരു 3 നേരം ഫുഡ് ഉണ്ടാക്കാനോ നമുക്ക് തീരെ വയ്യാന്ന് തോന്നണ പല സമയങ്ങളും ഉണ്ടായിരിക്കും. എന്നെ പോലെ അനുഭവമുള്ള പലരുണ്ടായിരിക്കും. അപ്പൊ അത്തരക്കാർക്ക് എന്നും എന്നല്ല ഞാൻ പറയണേ, പക്ഷെ ഇങ്ങനെ ഒരു പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കത് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാതെയും പുറത്ത് പോയി കഴിക്കാതെയും വീട്ടിലുള്ള പച്ചക്കറി കൊണ്ട് തന്നെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതിനിടയിൽ ഒരുപാട് വിശേഷങ്ങൾ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരുപാട് ലാഗ് ആയിട്ടുള്ള ഒരു ഇൻട്രോ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം റെസിപ്പി മാത്രം വേണ്ടവർക്ക് പലപ്പോഴും കമന്റ് ചെയ്യാറുണ്ട് വീഡിയോ ഷോർട്ട് ആക്കി കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇവിടം വരെ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോവാലോ, ആവശ്യമുള്ളവർക്ക് മാത്രം കേട്ടാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അവസാനം വിശേഷങ്ങൾ പറയാന്ന് വിചാരിച്ചത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമന്വയക്ക് കിട്ടുന്ന പ്രൈസസും കാര്യങ്ങളും ഒക്കെ ഞാൻ എന്റെ വീഡിയോയിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഓട്ടം എന്ന് പറഞ്ഞാലേ, നമ്മൾ ഈ കുട്ടികളിൽ പങ്കെടുക്കുന്ന പ്രോഗ്രാമിനൊക്കെ ഇതുപോലെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പാരന്റ്സിന്റെ എഫേർട്ട് ചിലരെങ്കിലും അത് മനസ്സിലാക്കണം. പാരന്റ്സ് ആണ് ശരിക്കും കുട്ടികളെക്കാൾ അവിടെ എഫേർട്ട് എടുക്കുന്നത്. കാരണം ഇവരെ ഓരോ സ്ഥലത്തും ചിലപ്പോൾ ഇപ്പോ സ്കൂൾ ലെവലാണെങ്കിലും അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ജില്ല അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളും അവരുടെ ഒപ്പം നിൽക്കേണ്ടി വരികയാണ്. അപ്പോൾ അതിനുവേണ്ടി യാത്രകൾ ചെയ്യേണ്ടി വരികയാണ്. സ്റ്റേറ്റ് CBSE കലോത്സവം നടക്കുന്നുണ്ടായിരുന്നു. അത് കോട്ടയത്തെ ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ വെച്ചിട്ടാണ്, പാല. അപ്പൊ അവിടേക്കൊക്കെ പോയ അനുഭവം എന്ന് പറഞ്ഞാൽ അന്ന് ഏകദേശം 4 ദിവസത്തോളാണ് കുട്ടിക്ക് അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വന്നു അതിന് വേണ്ടിയിട്ട്. കാരണം ഐറ്റംസ് ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് ഐറ്റം കൂടാതെ ഇൻഡിവിജ്വൽ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് 4 ദിവസത്തോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതിന്റെ ഏറ്റവും രസം എന്താ വെച്ചാൽ ഗ്രൂപ്പ് ഡാൻസ് നടന്ന സമയത്ത് ഗ്രൂപ്പ് ഡാൻസിന് വേണ്ടിയിട്ട് ഈ കുട്ടികളൊക്കെ വെളുപ്പിന്
4 മണിക്കാണ് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അങ്ങനെ വെളുപ്പിന് 4 മണിക്ക് മേക്കപ്പ് ചെയ്ത കുട്ടികള് സ്റ്റേജിൽ കയറിയത് സെയിം ദിവസം രാത്രി, അതായത് രാത്രി എന്നും പറയാൻ പറ്റില്ല, പുലർച്ചെ 12 മണിക്ക് ശേഷമാണ്. അതായത് അത്രയും മണിക്കൂറാണ്. ഇപ്പൊ നമുക്കറിയാം വെളുപ്പിന് 4 മണി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 4 മണി ആവുമ്പോ തന്നെ ഓൾമോസ്റ്റ് അവിടെ 12 അവേഴ്സ് കഴിഞ്ഞു. അതും കഴിഞ്ഞ് നീണ്ടുപോവാണ്. കറക്റ്റ് 12-12:30 സമയത്താണ് ഈ കുട്ടികൾ വെളുപ്പാൻ കാലത്ത് ഡാൻസ് ചെയ്യണത്. അപ്പൊ അത്രയും എഫേർട്ട് തീർച്ചയായിട്ടും ആ കുട്ടികൾ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഞാനാണെങ്കിൽ മോൻ ചെറുതാണ്, മോനെയും കൊണ്ടിട്ടാണല്ലോ നമ്മൾ ഇതൊക്കെ പോണത്. അപ്പൊ ആ ഒരു ചെറിയ മോൻ വരെ ആ ഒരു വിജയത്തിന്റെ ഭാഗമാണെന്നുള്ളതാണ് സത്യം. ഒരാളുടെ അല്ലെങ്കിൽ എഫേർട്ട് അല്ല, അത് സ്കൂളിന്റെയും പാരന്റ്സിന്റെയും ആ കുട്ടിയുടെയും കൂടി എഫേർട്ടാണ്. എന്താണെങ്കിലും ഏറ്റവും സന്തോഷം, അത്രയും ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പല കുട്ടികളും കരഞ്ഞും തളർന്നൊക്കെയാണെന്ന് ഗ്രൂപ്പ് ഡാൻസിന് വേണ്ടി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നേ. അവർക്ക് എന്തായാലും സ്റ്റേറ്റ് ലെവലിൽ തന്നെ സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രൈസ് വിന്നിങ് മൊമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രഷ്യസ് ആണ്. കാരണം അത്രയും ബുദ്ധിമുട്ടി എഫേർട്ട് എടുത്ത് കിട്ടുന്ന ഒരു പ്രൈസ് ആയിരുന്നു അതൊക്കെ പറ്റുന്ന പോലെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്നും എനിക്കിങ്ങനെ പോയിട്ടൊരു വ്ളോഗ് എടുക്കലൊന്നും പോസിബിൾ അല്ല. കാരണം എന്താന്ന് വെച്ചാൽ ചെറിയ മോനുണ്ടാവും കൂടെ. അപ്പോ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് അല്ലല്ലോ എന്റെ. ഞാനിങ്ങനെ കുക്കിങ്ങിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലും കുട്ടിയുടെ മേക്കപ്പിന് കൂടെ ഹെൽപ്പ് ചെയ്യാൻ പോകേണ്ടി വരും. ചെറിയ കുട്ടി ഉണ്ടാവും, അവനെ നോക്കേണ്ടി വരും. അപ്പൊ ഇതിന്റെ ഒന്നും ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു വ്ളോഗിങ് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളും വ്ളോഗ്സിൽ കാണിക്കാണ്ട് വരുന്നത്. അതിന്റെ ചെറിയൊരു മൊമെന്റ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് നമ്മൾ ഷോർട്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി ഒരു ചെറിയ പിക്ക് എങ്കിലും ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇത് പറഞ്ഞു വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ തൃശ്ശൂരാണല്ലോ സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് പെട്ടെന്ന് എനിക്ക് കണക്ട് ചെയ്ത് ഓർമ്മ വന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കുട്ടികളെ ഇത്രയൊക്കെ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാരന്റ്സ് അതിനെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വേണം. നമ്മൾ പലപ്പോഴും നമ്മുടെ തിരക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കാരണം പല ഓപ്പർച്യൂണിറ്റീസും അവർക്ക് വേണ്ടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഞാൻ എന്തായാലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമുക്കതൊരു ബുദ്ധിമുട്ടാണെന്ന് ഒരിക്കൽ പോലും എനിക്ക് തോന്നാറില്ല. അതുപോലെ തന്നെ കുട്ടികളും, ഇന്നത്തെ ഒരു കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ TV കണ്ടിട്ടോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസിന് വേണ്ടിയിട്ടോ ഒക്കെ ഒരുപാട് സമയം കളയാണ്. അപ്പൊ ആ ഒരു കുട്ടികളിൽ കൂടി ചെറുപ്പത്തിലെ നമ്മൾ ഇത്തരം ഇപ്പൊ ഒരു ലൈബ്രറിയുടെ പ്രോഗ്രാം ആയിക്കോട്ടെ, സ്കൂളിലെ പ്രോഗ്രാം ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള അതർ ആക്ടിവിറ്റീസിൽ അവരെ എൻഗേജ്ഡ് ആക്കി ഇരുത്തുക എന്നുള്ളത് സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പ്ലാനറ്റ് റൂട്ട്സിന്റെ ഈ ഒരു പ്രൊഡക്ട്സ് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കോൺടാക്ട് നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് ഇടുകയും കൂടി ചെയ്യാം. എന്താണെങ്കിലും ഒരു തവണയെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്, വാങ്ങിച്ചു നോക്കൂ. ഒരു തവണ വാങ്ങിച്ചു നോക്കി എന്താണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മൾ എത്ര പ്രൊമോട്ട് ചെയ്താലും അത് യൂസ് ചെയ്യണവരെ നമുക്കത് മനസ്സിലാവില്ല. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.